യുഎന്നിൽ ഒരു ഇന്ത്യക്കാരന്റെ പ്രസംഗം കേട്ടതിന് ശേഷം ഒരു പ്രശസ്തമായ അമേരിക്കൻ മാധ്യമം ഇങ്ങനെ പറഞ്ഞു: ഇറ്റ് വാസ് എ ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ക്ലാസ്. അതായത് നയതന്ത്രപരമായ വിഷയത്തിൽ നടത്തിയ മാസ്റ്റർ ക്ലാസ് എന്നായിരുന്നു ആ മാധ്യമം പറഞ്ഞത്. ഇത് ആരായിരുന്നു ഈ മാസ്റ്റർ ക്ലാസ് യുഎന്നിൽ നൽകിയത്? അത് വേറെ ആരുമല്ല, നമ്മുടെ ജയശങ്കർ ആണ്. ജയശങ്കറിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. ആ 3 കാര്യങ്ങൾ ഇതാണ്: കോൺഫിഡൻസ്, കൃത്യമായ നിലപാട്, നയതന്ത്രപരമായ വാക്കുകൾ. പ്രസംഗത്തിന് ശേഷം ഒരു പാശ്ചാത്യ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു, അതായത് ഇന്ത്യയുടെ ഊർജപരമായ താല്പര്യങ്ങളിൽ അമേരിക്കൻ നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ പറഞ്ഞതേ കേൾക്കൂ. ജസ്റ്റ് എ സിമ്പിൾ ആൻസർ. ഇന്ത്യ പറഞ്ഞതേ കേൾക്കൂ. വളരെ മനോഹരമായ, എത്ര കൃത്യമായ, ആരെയും വേദനിപ്പിക്കാത്ത ഒരു മറുപടി. അപ്പോ ആ മാധ്യമപ്രവർത്തകൻ അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇനി ആര് പറഞ്ഞത് കേൾക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ റെഡി ടു ലീഡ്, നോട്ട് ടു ഫോളോ. ആഹാ, ഇന്ത്യ ഇനി നയിക്കാൻ തയ്യാറാണ്, പിന്തുടരാനല്ല. അങ്ങനെ വളരെ സുന്ദരമായ ഒരു ആൻസറാണ് അദ്ദേഹം കൊടുത്തത്. വളരെ കോൺഫിഡൻസോടുകൂടി പവർഫുള്ളായ വാക്കുകളായിരുന്നു അത്. അടുത്ത ചോദ്യം, അപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യ അത് ചെയ്യണം, ഇന്ത്യ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഉത്തരം ഇങ്ങനെയാണ്: ഞങ്ങൾ ഇന്ത്യക്കാർ ഞങ്ങളുടെ രാജ്യത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജോലിയിലാണ്. അതിനിടയിൽ പലരും പറയുന്നത് കേൾക്കാൻ ഉള്ള സമയം ഞങ്ങൾക്കില്ല. ഭീഷണികൾ കേൾക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. എത്ര സുന്ദരമായ മറുപടി! അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു. ആ മാധ്യമപ്രവർത്തകൻ അടുത്തതായി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കേൾക്കുന്നത് ഇന്ത്യ പല രാജ്യങ്ങളുടെയും ജൂനിയർ പാർട്ട്ണർ ആണെന്നാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിലനിർത്തില്ലേ? അദ്ദേഹം ഉത്തരം പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾ ഒരിക്കലും ജൂനിയർ പാർട്ട്ണർ അല്ല, ഞങ്ങൾ ഗ്ലോബൽ പാർട്ട്ണറാണ്. അതായത് ഈക്വൽ പാർട്ട്ണറാണ്. ഏതൊരു രാജ്യത്തിന്റെയും, ഏതൊരു ചെറിയ രാജ്യമായാലും ഏതൊരു വലിയ രാജ്യമായാലും അവരുടെ ഈക്വലായ പാർട്ട്ണറാണ് ഞങ്ങൾ. കൃത്യമായ മൂർച്ചയുള്ള ഉത്തരം. വളരെ ചെറിയൊരു ആൻസർ. അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു: അപ്പോ നിങ്ങളാണോ ലോകത്തിന്റെ ലീഡർ? ഉത്തരം ഇതായിരുന്നു. വളരെ രസകരം. ഗ്ലോബൽ ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻഡ്. അതായത് അത് നേടിയെടുക്കണം, അല്ലാതെ ഞങ്ങളാണ് ലോകത്തിന്റെ ലീഡർ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ശരി. അത് ഏത് ലീഡർഷിപ്പും നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ട് ജനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്, അല്ലാതെ പറഞ്ഞു നടക്കുന്നതല്ല ലീഡർഷിപ്പ്. ആ നിശബ്ദമായ സമയത്ത് ആ വേദിയിലിരുന്ന എല്ലാവരും എണീറ്റ് നിന്ന് കൈകളടിച്ച ആ നിമിഷം. അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇത് ഒരു പുതിയ ലോകത്തിന്റെ തുടക്കമാണോ? അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു, പുതിയ ലോകം എന്നേ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ അറിയാതെ പോയതാണ്. വളരെ സുന്ദരമായൊരു ഉത്തരം. പുതിയ ലോകം എന്നേ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ അറിയാതെ പോയതാണ്. ജയശങ്കർ സാറിനെ കുറിച്ച് ആരും അറിയാതെ പോകരുത്. യുഎന്നിലെ നിറഞ്ഞ സദസ്സിലെ ആ കയ്യടികൾ ഇനി ഇന്ത്യക്കാരായ നമ്മൾക്കും അദ്ദേഹത്തിന് വേണ്ടി നൽകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.